ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. ലാ യഹൂലുഹുമുൽ ഫസഉ യൗമൽ ഖിയാമ വയനാലുഹുമുൽ ഹിസാബ്. സഹോദര സഹോദരി ശ്രദ്ധിക്കണം, 3 വിഭാഗം ആളുകൾക്ക് നാളെ മഹ്ശറയിൽ പരിഭ്രമം ഉണ്ടാവില്ല, അവർക്ക് ഹിസാബ് നേരിടേണ്ടി വരില്ല. 3 വിഭാഗം ആളുകൾക്ക് മഹ്ശറയുടെ ഒരു ബേജാറും അനുഭവിക്കേണ്ടി വരൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒന്ന് പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ കുടുംബത്തിൽ അങ്ങനെയുള്ളവരെ നൽകട്ടെ. കാരണം അവിടെ ഒരു പേടിയും ബേജാറും അസ്വസ്ഥതൊന്നും ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും കഴിയും. അള്ളാഹു അധികാരം കൊടുക്കും. ആരാണ് ആ 3 വിഭാഗം? അവര് സ്വർഗത്തിൽ വലിയ മിസ്കിന്റെ കുന്നിലായിരിക്കും. ഹത്താ യതഫറഅ മിൻ ഹിസാബിൽ ഖലായിഖ്. ആളുകളൊക്കെ ആ ഒരു ഹിസാബിന്റെ അസ്വസ്ഥതയിലും ബേജാറിലും പരിഭ്രമത്തിലും ഞെട്ടോട്ടമോടുമ്പോൾ ഇവര് ആഘോഷത്തോടെ സന്തോഷത്തോടെ ഉല്ലസിച്ചുകൊണ്ട് മിസ്കിന്റെ കുന്നിലായിരിക്കും. എത്ര വിഭാഗം? ലാവണില്ലേ? 3 വിഭാഗം. പഠിച്ചോനെ, ആരാണ് ആ 3 വിഭാഗം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, 1 റജുലുൻ ഖറഅൽ ഖുർആൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വഅമ്മ ബിഹി ഖൗമൻ വഹും ബിഹി റാളൂൻ. 1 റജുലുൻ, ഒരാളാണ്, ഖറഅൽ ഖുർആന, അയാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. എന്തിനാണ് ഈ പാരായണമെന്നല്ലേ? ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ച് ഖുർആൻ പാരായണം ചെയ്യും. വെറും പാരായണം മാത്രമല്ല, വഅമ്മ ബിഹി ഖൗമൻ വഹും ബിഹി റാളൂൻ. അയാള് ജമാഅത്തായ നിസ്കാരത്തിന് ആളുകൾക്ക് ഖുർആൻ ഓതിക്കൊണ്ട് നേതൃത്വം നൽകും. ഇമാമുമാർ, പള്ളിയിലെ ഇമാമുമാരെ കുറിച്ചാണ് പറയുന്നത്. അവര് നന്നായി ഖുർആൻ ഓതുന്നവരാണ്. ഓത്തു മാത്രമല്ല, വഅമ്മ ബിഹി ഖൗമൻ, അവർ ഇമാമുമാരാണ്. വഹും ബിഹി റാളൂൻ. മഅ്മൂമീങ്ങളോ ഇവരിൽ സമ്പൂർണ്ണ സംതൃപ്തരും. അപ്പൊ മഅ്മൂമീങ്ങളൊക്കെ ദീനിന്റെ ശിആറും ചിഹ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്, നന്നായി ഖുർആൻ ഓതുന്നത് കൊണ്ടും ഇയാളിൽ സംതൃപ്തനാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഇമാമ് നിന്ന് ഖുർആൻ ഓതുന്നവർ, അവർക്ക് നാളെ മഹ്ശറയിൽ പരിഭ്രമം ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ വജ്ഹാണ് ലക്ഷ്യമെങ്കിൽ അതൊക്കെ ഏറ്റവും പുണ്യപ്പെട്ട അമലാണ്. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്, ഇമാമ് നിൽക്കും, നന്നായി ഖുർആൻ ഓതും. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ പെടൂലേ? രണ്ടാമത്തെ വിഭാഗമാരാണ്? ഹബീബ് പറയുന്നു, വദാഇൻ യദ്ഉ ഇലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്, ബാങ്ക് വിളിക്കുന്നവരാണ്. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ച് ഓരോ സമയത്തും നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അതായത് പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ, പറഞ്ഞേക്ക്, പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ. മുത്ത് റസൂൽ പറയാണ്, വദാഇൻ യദ്ഉ ഇലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്. അതൊക്കെ നിയ്യത്ത് നന്നാക്കിയാൽ എത്രമേൽ കൂലി കിട്ടുന്ന കാര്യാന്നറിയോ? അള്ളാഹുവേ. പക്ഷെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആഖിറുസ്സമാനാകുമ്പോ ഈ ബാങ്കൊക്കെ ദുർബലരേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. സമൂഹത്തിൽ വലിയ നിലയും വലിയൊന്നും ഇല്ലാത്ത ദുർബലരിലേക്ക് ബാങ്കുകൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഖിയാമത്ത് നാൾ അടുത്തു വരികയാണെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര സഹോദരി ശ്രദ്ധിക്കണം, ഹബീബ് പറഞ്ഞതാണ്, യഅതി അലന്നാസി സമാൻ യുസ്റഖൂനൽ അദാനു അലാ ളുഅഫാഇഹിം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ ഇരു കരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് ഇലാഹായ റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ. സലാസ, ഇതാ 3 തവണ അല്ലാഹുവേ മുഅദ്ദിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മുഅദ്ദിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മുഅദ്ദിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മൊല്ലാക്ക, പള്ളിയിലെ മുക്രി, ബാങ്ക് കൊടുക്കാനായി പള്ളിയിൽ തങ്ങുന്നയാൾ. അപ്പൊ ഇങ്ങനെ 3 തവണ മുത്തുനബി ദുആ ചെയ്തപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് തറക്തനാ, എന്താ നബിയെ നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയല്ലോ, ഞങ്ങളങ്ങനെ നിരന്തരം ബാങ്കിനായി നിൽക്കില്ല, ശരിയാണ്, ഒരുപാട് ശുഗലുകളല്ലേ, ഞങ്ങളെ ഒഴിവാക്കിയോ, ദുആ മുഅദ്ദിനീങ്ങൾക്ക് മാത്രമോ? ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കല്ലാ യാ ഉമർ, ഉമറേ അങ്ങനല്ല, നിങ്ങൾ ഒഴിവാക്കിയതല്ല, പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, ഈ മുഅദ്ദിനീങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ നാഥനോട് പ്രത്യേകം ദുആ ചെയ്തത് എന്തിനാണെന്നറിയോ? ഇന്നഹു യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്, അന്ന് യുസ്റഖൂനൽ അദാൻ അലാ ളുഅഫാഇഹിം, സമൂഹത്തിലെ ആ ളുഅഫാക്കളിലേക്ക്, ദുർബലരിലേക്ക്, സാമ്പത്തികമായും അല്ലാത്ത നിലയിലുമൊക്കെ താഴെക്കിടയിലുള്ളവരിലേക്ക് ബാങ്കുകളെ ഏൽപ്പിക്കപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെ മഹത്വവും, ബാങ്കിലേക്ക് നിരന്തരമായി ആളുകളെ ആ നിസ്കാരത്തിലേക്ക് ആളുകളെ നിരന്തരമായി ക്ഷണിക്കുന്ന ഈ മുഅദ്ദിനിന്റെ സ്ഥാനവും മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിൽ ഉന്നതരാണത് ചെയ്യേണ്ടത്, അവരാണത് ചെയ്യേണ്ടത്. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചാകും. എന്നാലൊന്ന് ചിന്തിക്കണേ, വതിൽക ലുഹൂമുൻ ഹറമഹുല്ലാഹു അലന്നാർ ലുഹൂമുൽ മുഅദ്ദിനീൻ. മാംസമുണ്ടല്ലോ, മുഅദ്ദിനീങ്ങളുടെ ശരീരത്തിലുള്ള മാംസമില്ലേ, വതിൽക ലുഹൂമുൻ ഹറമഹുല്ലാഹ്, ആ മാംസം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്, അലന്നാർ നരകത്തിന്, അത് ലുഹൂമുൽ മുഅദ്ദിനീൻ, മുഅദ്ദിനീങ്ങളുടെ മാംസമാണ്. അല്ലാഹു നരകത്തിന് ഹറാമാക്കിയ മാംസമാണ് അവരുടെ മാംസമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമ്മിറ്റിക്കാരെങ്കിലും വിചാരിക്കും നമ്മളെല്ലാ ചീത്തയും പറയാനും കേൾക്കാനുള്ള ആളാണ് ഈ മുഅദ്ദിനീങ്ങൾ. ഫാൻ ഓഫാക്കിയിട്ടില്ലെങ്കിൽ അതിന് ചീത്ത, ഫാന് നേരത്തിട്ടാൽ അതിന് ചീത്ത, പള്ളിയിൽ എവിടെയെങ്കിലും ഒരു കൊതുകിനെയോ ഒരു പാറ്റയെയോ ഒരു ജീവിയെയോ കണ്ടാൽ അതിന് ചീത്ത. എല്ലാത്തിനും എങ്ങനെയും മേക്കെട്ട് കയറാൻ പറ്റിയ ആളാണ് മുഅദ്ദിൻ എന്നാണ് പലരുടെയും വിചാരം. തിരിച്ചൊന്നും സ്വാഭാവികമായിട്ടും പറയുന്നൊരു രീതി പൊതുവെ ഉണ്ടാവാറില്ലല്ലോ. മുഅ്മിനേ, ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധിക്കാരാണ്, അത് പാടില്ല, അത് ശരിയല്ല. നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോടതിയിൽ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി നിൽക്കുന്നവരാരാ? നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അഭിമാനത്തോടുകൂടെ ഉനക്ക് പിരടി കഴുത്ത് ഉയർത്തി പിടിക്കുന്നത് അത് മുഅദ്ദിനീങ്ങളാണ്. അള്ളാന്റെ വജഹിന് വേണ്ടി ബാങ്ക് കൊടുത്ത് കഴിയുന്നവരാണ്. വലിയ കൂലിയുള്ള സംഗതിയാണ്. അപ്പൊ നീയത്ത് നന്നാക്കുക എന്നുള്ള മർമ്മപ്രധാനാണ്. നീയത്ത് നന്നാക്കുക എന്നുള്ളത് മർമ്മപ്രധാനാണ്. അങ്ങനെ ഒരു 12 കൊല്ലൊക്കെ ഒരാൾക്കൊരു പള്ളിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പള്ളികളിലായി ബാങ്ക് കൊടുക്കാൻ തൗഫീക്ക് കിട്ടിയാൽ പടച്ചോനെ, അയാൾക്കുള്ള ഹസനത്ത് എത്രയാണെന്നറിയോ? അയാൾക്കുള്ള കൂലി എത്രയാണ്?
ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال ابن عمر തങ്ങളിൽ നിന്ന് നിവേദനം റസൂലുള്ള പറഞ്ഞതാണ് മൻ അദ്ദന സിൻതൈ അശറ സന ഒരാൾ 12 കൊല്ലം ബാങ്ക് കൊടുത്തു അതൊരു പള്ളിയിലായിട്ട് തന്നെ കൊടുത്തു അല്ലെ വ്യത്യസ്ത പള്ളികളിലായി ഒരു 12 കൊല്ലം ബാങ്ക് കൊടുത്തു അങ്ങനെയൊക്കെ പല മുഅദ്ദിനീങ്ങളുണ്ടല്ലോ 50 കൊല്ലമൊക്കെ ബാങ്ക് കൊടുത്ത മുഅദ്ദിനീങ്ങളെ ആദരിക്കുന്ന ചില ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എത്ര വലിയ തൗഫീക്കാണ് ഒരു നാട്ടിൽ തന്നെ 50 കൊല്ലമൊക്കെ നിൽക്കുക എല്ലാവരോടും നന്നായി പെരുമാറി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആ ഭവനത്തെയും പരിപാലിച്ച് ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ കിട്ടുന്നതിന് ഇപ്പം എത്ര കിട്ടിയാൽ ഒരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല എന്നവർക്കറിയാം അവര് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആ പള്ളിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ എത്ര ആളുകളുണ്ട് എന്നാൽ വജബത് ലഹുൽ ജന്ന അവർക്ക് സ്വർഗം നിർബന്ധമാണ് വകതബ ലഹു ബിതഅദീനിഹി ഫീ കുല്ലി യൗമിൻ 60 ഹസന ബാങ്ക് കൊടുക്കുന്നതിന്റെ ഫലമായി എല്ലാ ദിവസവും അവർക്ക് 60 ഹസനത്തുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തും വലികുല്ലി ഇഖാമത്തിൻ 30 ഹസന ഓരോ ഇഖാമത്തിനും അതിന്റെ പകുതി 30 ഹസനത്തുകളും അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം പരമാവധി അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം അവരെയൊക്കെ ആദരിക്കണം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ മാനദണ്ഡം കേവലം ഭൗതികമായ സൗകര്യങ്ങളും ഈ ആ രൂപത്തിൽ നടക്കുന്ന ആളുകളെയാണ് ആദരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കരുത് ദുനിയാവിന്റെ സൗകര്യങ്ങളും ദുനിയാവിന്റെ ഈ ഒരു പളപളപ്പുണ്ടല്ലോ അത് നോക്കിയിട്ട് ആളുകളെ പരിഗണിക്കുക ആളുകളെ മാനിക്കുക ഇതൊരു മുസ്ലിമിന് ചേർന്ന പണിയല്ല ദുനിയാവ് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ വിഷയമല്ല ദുനിയാവ് ഒരു പക്ഷെ കൂടുതൽ ഉണ്ടാവാം ചിലപ്പോൾ ദുനിയാവ് തീരല്ല അതല്ല നമ്മളുടെ മാനദണ്ഡം അയാൾ അല്ലാഹുവുമായുള്ള ബന്ധം എത്രയുണ്ട് അതാണ് ചിന്തിക്കേണ്ടത് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന അയാൾക്ക് അള്ളാഹുവിനോട് ദുനിയാവിലുള്ള ഹസനത്ത് ചോദിച്ചിട്ട് അള്ളാഹു കുറെ ദുനിയാവ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഹൃദയത്തിലല്ല കീശയിലാണ് കയ്യിലാണ് ഹൃദയത്തിൽ അതുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് അയാൾക്ക് കൊടുത്തിട്ടേ ഇല്ല പക്ഷെ അയാൾ അക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവർ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ് ആ ഒരു വിഷയത്തിൽ അയാൾ വളരെ റാഹത്തിലാണ് മുത്തഖിയാണ് അപ്പോൾ അതായിരിക്കണം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മാനദണ്ഡം അള്ളാഹു അതൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം രണ്ടാമത്തെ വിഭാഗം ഇവർക്ക് നാളെ മഹ്ശറയിൽ വേജാറില്ല വെപ്രാളമില്ല ഭയമില്ല അവര് ഉന്നതമായ കുന്നുകളിൽ ഉല്ലാസത്തിലാണ് അത് യദൂ ഇലസ്സലാത്തി ഇബ്തിഗാഅ വജ്ഹില്ലാ അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ച് ഇഖാമത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നവരായി പള്ളിയിൽ കഴിയുന്നവർ മൂന്നാമത്തേത് വഅബ്ദുൻ അഹ്സന ഫീമാ ബൈനഹു വബൈന റബ്ബി വഫീമാ ബൈനഹു വബൈന മവാലി ഒരടിമ യജമാനനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അയാൾ അങ്ങേയറ്റം ശ്രദ്ധിക്കും എന്നാൽ ഏറ്റവും വലിയ യജമാനനായ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമോ അതിലും അതേ പ്രകാരം ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥൻ അയാളുടെ ആ മേലുദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ റബ്ബിനെ ഭയപ്പെടുന്നു നീതിയോടുകൂടെ വർത്തിക്കുന്നു അതിനിപ്പോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കമ്പനിയെ പലതരത്തിൽ പറ്റിക്കാനും സാമ്പത്തികമായി ഇവന് ആ കമ്പനിയെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായി കീശവീർപ്പിക്കാനൊക്കെ കഴിയും പക്ഷെ അള്ളാഹു അറിയുന്നുണ്ടല്ലോ എന്ന ചിന്തയോടുകൂടെ തൻ്റെ മുതലാളിയെ തൻ്റെ കമ്പനിയെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായ സൂക്ഷ്മത പുലർത്തുന്നു അതോടൊപ്പം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അങ്ങേയറ്റത്തിൽ സൂക്ഷ്മത പുലർത്തുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ നാളെ മഹ്ശറയിൽ ഒരു പരിഭ്രാന്തിയോ അസ്വസ്ഥതയോ അനുഭവിക്കേണ്ടി വരില്ല എന്ന് മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ